ലോകങ്ങളും ഈ 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അവിടെ നിന്ന് ജഗത്തായിക്കൊണ്ട് അല്ലെ, ഇവിടെ ഈ മൂന്ന് ത്രൈലോക്യം എന്ന് പറയാനുള്ളത്. മുകളില് 6 ലോകവും ഭൂമിയും പിന്നെ അതിനോട് താഴെയുള്ള 7 ബിലസ്വർഗങ്ങൾ എന്ന് പറയുന്ന സ്വർഗവും. ഇങ്ങനെ ത്രിഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഈ ജഗത്തായിക്കൊണ്ട് ഭഗവാൻ ചതുർദശാത്മക ജഗത് രൂപേണ ജാത, സത്വരജസ് തമസ്, ഇങ്ങനെ 3 ഗുണങ്ങളോടും കൂടിക്കൊണ്ട് ബ്രഹ്മാവായിക്കൊണ്ട് ശിരസിന്റെ സ്ഥാനമായിട്ടുള്ള സത്യലോകത്ത് ജാത ജനിച്ചു എന്ന് പറയാം. ബ്രഹ്മാവായിക്കൊണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ബ്രഹ്മാവ് വേറെ ഒരാള് അല്ല എന്നവിടെ ഉറപ്പിക്കുകയാണ്. ഭഗവാന്റെ തന്നെ 3 ഭാവങ്ങളെ ഇവിടെ കാണിക്കുകയാണ് അല്ലെ. അവിടെ പ്രധാനിയായിട്ടുള്ള ആ വിരാട് രൂപം, അതുപോലെ രജസോട് കൂടിയിട്ടുള്ള സത്വഗുണവും രജോ ഗുണവും കൂടി ഉള്ള ബ്രഹ്മാവായിട്ട്, ഇനി വൈകുണ്ഠമൂർത്തിയായിട്ട് നിർഗുണ ബ്രഹ്മമായിട്ട് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മമായിട്ട് ഭഗവാൻ അവിടെ ലീല ആടുന്നു എന്ന് പറയാം. ഇവിടെ ഈ ദേവ എന്നുള്ളൊരു ശബ്ദം തന്നെ വ്യാഖ്യാതാവ് വളരെയധികം അർത്ഥം കൊടുത്തിരിക്കുകയാണത്. ദിവ് ധാതുവിൽ നിന്നാണ് ദേവ എന്നുള്ള ശബ്ദം. ദിവ് എന്ന് പറഞ്ഞാൽ ക്രീഡ എന്ന് അർത്ഥമുള്ളൂ. ക്രീഡ എന്ന് പറഞ്ഞാൽ ലീല, ഒരു ലാഘവമായിക്കൊണ്ട് ഒരു വിനോദത്തിന് നിന്നുള്ള ഭഗവാന്റെ ലീലയാണ്. അങ്ങനെയുള്ള ലീല ചെയ്യുന്ന ദേവ എന്ന് അവിടെ സംബോധന. അങ്ങനെ ക്രീഡിക്കുന്ന ഭഗവാനെ എന്നർത്ഥം. ഈ ദിവ്യമായിട്ടുള്ള ലീലകൾ ചെയ്യുന്നവരാണ് ദേവന്മാരെന്ന് പറയും, അല്ലെങ്കിൽ ദേവത്വം എന്നൊക്കെ പറയുന്ന ആ വാക്കിൽ നിന്ന് വരുന്നതാണ്. ഈ ഗുണങ്ങള് രജസ്, അതുപോലെ സത്വഗുണം, ആ സത്വഗുണവും രജോ ഗുണത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തമസ് കൂടാതെ ഉള്ള ഗുണങ്ങളോടുകൂടി ബ്രഹ്മാവായിക്കൊണ്ട് ഭഗവാൻ സ്വയം തസ്യോക്തം ഖലു സത്യലോകനിലയെ ജാതോസി ധാതാസ്വയം. കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞതുപോലെ തന്നെ സത്യലോകം ഭഗവാന്റെ ശിരസാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു മുഖ്യ ഘടകം തന്നെയാണ് ഈ ശിരസ് അല്ലെ. എന്ത് കാര്യങ്ങളെ വിചാരം ചെയ്യുവാനും പദ്ധതി ചെയ്യുവാനും ആവിഷ്കരണം ചെയ്യുവാനും ഒക്കെ നമ്മൾ ശിരസാണ് പ്രധാന ഒരു ഘടകം ശരീരത്തിന്റെ. ഈ ശരീരത്തിലെ ശിരസിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ ആ പ്രാധാന്യമാണ് ആർക്കുള്ളത്? ബ്രഹ്മാവിനുള്ളത്. നമ്മളുടെ ശരീരത്തില് എന്ത് കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും ആദ്യം അത് ഉത്ഭവിക്കുന്നത് ഈ ശിരസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ 14 ലോകങ്ങളിൽ അടങ്ങുന്ന ഏത് വസ്തുക്കളുടെയും ഏത് കർമ്മങ്ങളുടെയും ഒരു ബന്ധം. അതുകൊണ്ടാണ് ധാതാസ്വയം, ധാതാവ് എന്നൊരു അവിടുത്തെ പ്രയോഗം അതാണ്. എല്ലാത്തിനെയും ധരിക്കുന്നവൻ എന്നർത്ഥം. കാരണം ബ്രഹ്മാവ് അറിയാതെ മറ്റൊന്നും ഈ ലോകത്ത്, ഈ 14 ലോകങ്ങളില്, ത്രൈലോക്യങ്ങളില് ഇല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ആ ധാതാവായിക്കൊണ്ട് ഭഗവാന്റെ ഭാവത്തെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ ജാതോസി ധാതാ സ്വയം, ജാതോസി, അങ്ങ് ഈ ബ്രഹ്മാവ് എന്നുള്ള ഒരു പേരില് അല്ലെങ്കിൽ ധാതാവ് എന്നുള്ള ഒരു പേരില് നിർഗുണപരബ്രഹ്മമായിട്ടുള്ള ആ ഈശ്വരൻ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂതരജോ വികാര വികസൻ നാനാസി സൃക്ഷാരസ.
സൃഷ്ടിയുടെ കർത്താവ് ഭഗവാൻ തന്നെയാണെങ്കിൽ പോലും ഇവിടെ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഈ ബ്രഹ്മാവ് എന്ന് പറയുമ്പോഴേക്കും ആ പരബ്രഹ്മം അല്ല എന്നുള്ളൊരു രീതിയിലേക്ക് വരരുത്. അതുകൊണ്ടാണ് ധാതാ സ്വയം എന്നവിടെ പറഞ്ഞത്. അവിടെ രണ്ട് സത്വഗുണവും രജോ ഗുണവും ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും വാസനകളാണ്. സത്വഗുണം ജ്ഞാനത്തിൻ്റെയും രജോ ഗുണം കർമ്മത്തിൻ്റെയും വാസനകളെ കാണിക്കുന്നു. ഈ ജ്ഞാന കർമ്മ യോഗങ്ങളിലൂടെയാണ് ബ്രഹ്മാവിന്റെ ആവിർഭാവം. കാരണജലത്തിൽ ശയിക്കുന്ന സമയത്ത് തപസ്സാണ്. രാവിലെ നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ പറഞ്ഞു തപിച്ചുകൊണ്ട്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തപിച്ചുകൊണ്ട് ഒരു ഏകാഗ്ര ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിനെയാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ് തന്നെയായിരുന്നു കാരണജലത്തിൽ ഭഗവാൻ കിടന്നപ്പോഴും. അങ്ങനെ ആ തപസ്സിൽ നിന്നും ഉണ്ടായ ജ്ഞാനം അത് ഒരു കർമ്മവാസനയിലേക്ക് എത്തി. അങ്ങനെ യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം. യം ശംസന്തി പ്രശംസിക്കുന്നു. മഹത്തുക്കളൊക്കെ എന്താണ് പ്രശംസിക്കുന്നത്? ഹിരണ്യഗർഭൻ എന്നുള്ള പേരില്, ഹിരണ്യൻ എന്നുള്ളൊരു പേര് ബ്രഹ്മാവിന്റെ. ഈ 14 ലോകങ്ങളിലെയും അല്ലെങ്കിൽ ഈ ലോകങ്ങളുടെ ജീവാത്മാവായിക്കൊണ്ട് ഭഗവാൻ ഇവിടെ ഹിരണ്യഗർഭൻ എന്നുള്ളൊരു പേരില് അവിടെ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഭവിച്ചു എന്ന് പറയാം. എങ്ങനെ? യോഭൂൽസ്ഫീത രജോ വികാര വികസന്നാനാസി സൃക്ഷാരസ. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക തത്വവിചാരം ചെയ്താൽ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ആദ്യ സ്വരൂപം തന്നെയാണെന്ന് വേണേൽ പറയാം. അവിടെ മനുഷ്യനെന്നോ അസുരനെന്നോ ജന്തു എന്നോ പ്രത്യേകം പറയുന്നില്ല എന്നർത്ഥം. ഈ ഭൂമിയിൽ ജാതമായിട്ടുള്ള ഭൂതങ്ങളുടെയൊക്കെ ജീവാത്മാവ്, ജീവന്മാര്. ഇപ്പൊ ത്രൈലോക്യത്തിലെ ഓരോ ജീവകണികകളിലും ജീവനായിക്കൊണ്ട് ഹിരണ്യനായിട്ട് ഇരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ മഹത്വത്തെയാണ് പട്ടേരിപ്പാട് നമുക്കത് ആദ്യം തന്നെ ഈ ശ്ലോകത്തില് കാണിച്ചു തരുന്നത്. എന്നാ വേണ്ടത്ര മഹത്വം നമ്മൾ ആ ബ്രഹ്മാവിന് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്, അല്ലേ? ശരിക്കും സൃഷ്ടാവിനെ മറക്കുന്ന ഒരു രീതി തോന്നും. ഈ ബ്രഹ്മാവിന് ഒരു പൂജയോ ഒരു ആരാധനയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഒരു അവസരവാദം തന്നെ അല്ലേന്ന് തോന്നാം. മക്കള് വലുതാകുമ്പോഴേക്കും അച്ഛനമ്മമാരെ മറക്കുന്ന ഒരു രീതി പോലെ, ജോലിയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞ് പിന്നെ താൻ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരെയാണോ ആശ്രയിക്കുന്നത് അവരെ ദേവന്മാരായിട്ട് പൂജിക്കുന്ന ഒരു കാലമാണ് ഇന്ന്. പിന്നെ അവർക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുള്ളൂ എന്നതുപോലെ ഇവിടെതാ നമ്മൾ തീർച്ചയായിട്ടും എന്നും സ്മരിക്കേണ്ട ഒരാളാണ് ബ്രഹ്മാവ് എന്ന് പറയുകയാണ്. വിഷ്ണുവിനെ ആരാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെ? നിലനിർത്തുക എന്നുള്ളതാണ് വിഷ്ണുവിന്റെ. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ, എങ്കിലും ആ ഭാവത്തിന്റെ വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. അപ്പം ബ്രഹ്മാവ് ഏറ്റവും ഒരു പ്രധാന ഒരു ആരാധനാമൂർത്തി തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്ന് ആ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? ബ്രഹ്മാവ് എന്ന ഭാവം ഭഗവാന് എടുത്തില്ലായിരുന്നു എങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല, അല്ലേ? യോഭൂൽസ്ഫീത രജോ വികാര വികസൻ നാനാസി സൃക്ഷാരസ. ആ രജോ ഗുണം, ആ രജോ വികാരം, കർമ്മസ്വഭാവം, അത് സ്ഫീതം. സ്ഫീതം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് വികസിച്ച് ഉള്ളിൽ ഉണ്ടായി, അത് നിറഞ്ഞ് വികസിച്ച് അത് പുറത്തേക്ക് എങ്ങനെയാണ് വന്നത്? പ്രേരണ അല്ലെങ്കിൽ സ്ഫീത രജോവികാര വികസൻ നാനാതിസൃക്ഷാരസ. ഈ തപസ്സിലൂടെ അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിലൂടെ
സ്ഫീതമായി നിറഞ്ഞ രജോവികാരം പൊന്തിച്ച് പുറത്തേക്ക് വന്നപ്പോഴേക്കും സൃഷ്ടി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛയായിക്കൊണ്ട്, ഒരു പ്രേരണയായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ത്വര എന്ന് വേണേൽ പറയാം, ചെയ്യാനുള്ള ആ ആഗ്രഹം ഉദിച്ചുകൊണ്ടാണ് ആ ബ്രഹ്മാവിന്റെ ഒരു ഉണർവാണ് ശരിക്കും. സിസൃക്ഷാരസ, സിസൃക്ഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടും ഇച്ഛ, സൃഷ്ടിക്കാനുള്ള ഇച്ഛയോടുകൂടി പലതരം നാനാസിസൃക്ഷാരസ, അങ്ങനെ പലതരത്തിലുള്ള സൃഷ്ടി വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടായി എന്ന് പറയാണ്. ആ ബ്രഹ്മാവിനെ മൂന്നു ലോകവും ചേർന്ന ആ വിരാട് പുരുഷന്റെ ജീവാത്മാവായിട്ടുള്ള ഹിരണ്യഗർഭനായിക്കൊണ്ട് ഇവിടെ കാണിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഈ ബ്രഹ്മാവിന്റെ മഹത്വം അറിഞ്ഞിട്ട് ഒന്ന് ധ്യാനിക്കണമെങ്കിൽ ആ ധ്യാനത്തിന്റെ ഒരു രൂപവും കൂടി ശില്പശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ വ്യാഖ്യാതാവ് ഇവിടെ പറയുന്നു. ബ്രഹ്മാവിന്റെ വാഹനം ഹംസം, 4 മുഖങ്ങള്. ഭാഗവത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, 4 ദിക്കുകളിലേക്ക് നോക്കി കഴിയുമ്പോഴേക്കും 4 വേദങ്ങൾ ഉണ്ടായി എന്ന് പറയും. സുവർണ നിറം, പൊന്നിന്റെ നിറമാണ്, വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെയോ കാത് തൂങ്ങിയതായിട്ടുള്ള കാത്, മീശ നീണ്ട മീശ. നീണ്ട മീശയാണെങ്കിലും സൗമ്യഭാവമാണ് അല്ലെ. സാധാരണ രീതിയിൽ നമുക്ക് മീശയൊക്കെ നീണ്ടതാണെങ്കിൽ ഒരു സൗമ്യഭാവം കുറവാണ്, ഒരു രൗദ്രതയാണ് തോന്നുന്നത്. അതുകൂടാതെ ചുവന്ന കണ്ണ്. അപ്പൊ ഈ ചുവന്ന കണ്ണും നീണ്ട മീശയൊക്കെ ഒരു രൗദ്രത്തെയാണ് സാധാരണ നമ്മൾ കാണിക്കാറെങ്കിൽ അങ്ങനെയല്ല. ബ്രഹ്മാവ് സൗമ്യഭാവമാണ്. 4 കയ്യ്, വീർത്ത വയറ്. കാരണം ഇരുന്നുകൊണ്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീർത്ത വയറ്, ഉത്തരീയം, പൂണുനൂല്, യോഗാസനം, ഇങ്ങനെയുള്ള എല്ലാ ആ തപസ്സിന്റെ ലക്ഷണങ്ങള്, ജപ മാല കുണ്ടലങ്ങള്, കയ്യിൽ സ്രുവം ധരിച്ചിരിക്കുന്നു, ഗ്രന്ഥം ധരിച്ചിരിക്കുന്നു. ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മാവിന്റെ ഈ സത്വഗുണവും രജോ ഗുണവും വ്യക്തമായിട്ട് നമുക്ക് ഈ ഓരോ ആയുധങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കയ്യിലെ വരമുദ്ര, ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടുള്ള വരമുദ്ര. അതുപോലെ സ്രുവം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹോമത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യജ്ഞം എന്ന് പറയുന്നതും യാഗം എന്ന് പറയുന്നതും ഹോമം എന്നുള്ളതൊക്കെ കർമ്മപദ്ധതികളാണ്. അപ്പൊ കർമ്മപദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്രുവം. ഗ്രന്ഥം, ജ്ഞാനത്തിന്റെ പ്രതീകം. ജടാമകുടം എന്ന് പറയുന്നത് നരച്ച മുടി എന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്, ജടാമകുടമാണെന്നാണ് പറയുന്നത്. അത് നിസ്സംഗത്വത്തെ കാണിക്കുന്നു. തപസ്സിന്റെ ഒരു ഭാഗമായിട്ട് അത് കാണാൻ സാധിക്കും. യോഗാസനം, കമണ്ഡലു, ജപമാല, ഇതൊക്കെ തപസ്സിന്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ബ്രഹ്മാവിന്റെ സൃഷ്ടി തന്നെയാണ് മനുഷ്യൻ. അപ്പൊ എങ്ങനെയായാലും ഈ ബ്രഹ്മാവിന്റെ ഒരു സ്വഭാവം ഈ മനുഷ്യനിലേക്കും ഉണ്ടാകും എന്ന് കാണിക്കുകയാണ്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, മനുഷ്യൻ എന്നുള്ളതല്ല, ജീവജാലങ്ങളിലൊക്കെ തന്നെ ഉടനീളം, പ്രത്യേകിച്ച് മനുഷ്യനിൽ ഈ കർമ്മഭാവവും അല്ലെങ്കിൽ ജ്ഞാനഭാവവും കർമ്മഭാവവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ച് അറിഞ്ഞ് ആ കർമ്മത്തിലേക്ക് ജീവിക്കുക, കർമ്മത്തിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യന്മാര് കൂടുതലും ചെയ്യുന്നത്. താമസം അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. പക്ഷെ അത് തീരെ പ്രബലമല്ല എന്ന് പറയാം. ഇവിടെ പറയുന്നു നാനാസി സൃക്ഷാരസ, അങ്ങനെ സൃഷ്ടി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ആ ബ്രഹ്മാവിന്റെ ആവിർഭാവത്തെ 1-ാമത്തെ ശ്ലോകത്തിലൂടെ കാണിച്ചു. പിന്നീട് 2-ാമത്തെ ശ്ലോകം, സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖല്ലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥിവാൻ. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം.
ശരിക്ക് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരു രംഗമാണ്. നമ്മളൊക്കെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ബോധം വിട്ട് ഉറങ്ങുക എന്നൊരു സമ്പ്രദായമാണ് അല്ലെ. ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ആ ബോധം വിട്ട് അല്ലെങ്കിൽ ബുദ്ധി വിട്ടുകൊണ്ട് ബോധ സ്വരൂപൻ മാത്രം നിന്നുകൊണ്ട് ഉറങ്ങുന്ന ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമുക്കൊരു പരിഭ്രമം ഉണ്ടാവും അവിടെ. അത് തന്നെയാണ് ഇവിടെ ഈ ബ്രഹ്മാവിനും അവിടെ ഉണ്ടായത്. പരിഭ്രമത്തോടു കൂടിയുള്ള ആ ഒരു ഉണർവ്. ആ പ്രളയത്തിൽ എല്ലാം കഴിഞ്ഞ് കൽപ്പാന്ത പ്രളയം, പ്രാകൃത പ്രളയം കഴിഞ്ഞ് ബുദ്ധി കൂടാതെയുള്ള ആ ബോധത്തോടു കൂടിയുള്ള, ബോധം മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള, ആ സൃഷ്ടികർത്താവ് മാത്രം നിലനിന്നുകൊണ്ടുള്ള ആ ഒരു ഉറക്കം, ആ ഉറക്കത്തിൽ നിന്നുള്ള ഒരു ഉണർവില് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയം. വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം. അപ്പൊ ഉണർന്നു വന്നപ്പോ തന്നെ എന്താണ്, തനിക്ക് ക്രീഡ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ത്വര നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു. സിസിക്ഷാരസ അല്ലെ, സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടി കിടക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മാവ് ഉണർന്നു വന്ന് ആ സൃഷ്ടിക്കുവാൻ തനിക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ സൃഷ്ടി ചെയ്യും? ആരോട് ചോദിക്കും? അവിടെ നോക്കി അത് എങ്ങനെയാണ് എഴുന്നേറ്റത്? വിശ്വവിസർഗ ദത്തഹൃദയ സംപശ്യമാന വിശേഷേണ, വിശ്വവിശേഷേണ സൃഷ്ടിക്കാൻ, വിശ്വമായിട്ട് വലുതായിട്ട് വിശേഷേണ സൃഷ്ടിക്കുവാനുമായിട്ടുള്ള ഒരു ഹൃദയത്തോടു കൂടിയാണ് ഈ ബ്രഹ്മാവിന്റെ ആവിർഭാവം. അവിടുത്തെ ചിന്താകുലനായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെയുള്ള ആ ഒരു അവസ്ഥ. ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥിവാൻ. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വ്യക്തമായിട്ട് ബോധമുള്ള, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഭാവം തന്നെയാണ് ബ്രഹ്മാവെങ്കിൽ പോലും അതിനെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കാതെ തന്നെ ചിന്തിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഇരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഇരുന്നു എന്ന് പറയാണ്. താവത്വം ജഗതംബതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവശ്രുതി സുഖാം പൂർവം സ്തപഃ പ്രേരണാം. അവിടെ നിന്ന് ഈ ചിന്താകുലനായിരിക്കുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു എന്നാണ് പറയുക. തപതപ എന്നുള്ളൊരു അശരീരി. ഇപ്പം ഭാഗവതത്തിൽ പറയും, അവിടെ രണ്ട് അക്ഷരങ്ങള് സചിന്തയൻ അക്ഷരം ഏകദാംഭസ്യുപാശ്രുണോൽ ദുർവ്യതിതം വചോ വിഭു സ്പരിശേഷുയൽ ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപയധനം വിദു. സ്പർശാക്ഷരത്തിലെയും വ്യഞ്ജനാക്ഷരത്തിലെയും രണ്ട് അക്ഷരങ്ങളായിട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ആളാണ് ബ്രഹ്മാവ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും തപതപേത്യേവം ഹി വൈഹായസീം. വൈഹായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശം. ആ ആകാശത്തിൽ നിന്നും വാണീമേനം അശിശ്രവശ്രുതി സുഖാം, അതായത് ശ്രുതി സുഖം, കാതുകൾക്ക് ഇമ്പമാകുന്ന രീതിയിൽ തപസ്സു ചെയ്യൂ എന്ന് ഉള്ള പ്രേരണയോടുകൂടി അശരീര വാക്ക് ബ്രഹ്മാവിനെ അവിടെ കേൾപ്പിച്ചു. പൂർവം സ്തപഃ പ്രേരണാം. ആ തപസ് ചെയ്യുവാനുണ്ട്. തപസ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് രാവിലെ നമ്മൾ പ്രഭാഷണത്തിൽ കേട്ടു. ഏകാഗ്രബുദ്ധിയോടുകൂടി ആ ക്രിയാത്മകത്വത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒരു കൂർമ്മ ബുദ്ധിയോടുകൂടി, അല്ലെങ്കിൽ ഏകാഗ്ര ബുദ്ധിയോടുകൂടി തന്നെ നമ്മളുടെ സകല ചര്യകളെയും തപിപ്പിക്കുക എന്ന് പറഞ്ഞാലോ, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബാക്കിയുള്ളതിനെയൊക്കെ മാറ്റി നിർത്തുക, ത്യജിക്കുക എന്നുള്ളത് ത്യാഗത്തിൽ നിന്നുമാണ്. മനസ്സശ്ച ഇന്ദ്രിയാണാം വൈരാഗ്യം പരമം യഥാ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടക്കിക്കൊണ്ട് ആ ലക്ഷ്യമായ സ്ഥലത്തേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം ആണ് തപസ്.
പലപ്പോഴും നമുക്ക് തോന്നാം, കാട്ടിലൊക്കെ പോയി അല്ലെ, ഈ സന്യാസിമാരൊക്കെ തപസ് ചെയ്യുന്നു, അവരൊക്കെ സുഖമായിട്ടിരിക്കുകയാണെന്നാണ് വിചാരം. എന്നാ അങ്ങനെയല്ല. ഈ വിശ്വത്തെ തന്നെ വിശ്വവിസർഗദത്ത ഹൃദയ എന്നുള്ള രീതിയിൽ ബ്രഹ്മാവിന്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് അവര് വിശ്വത്തെ മുഴുവൻ ഈ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, അവിടെ മനസ്സുകൊണ്ട് അല്ലെ, തപസ്സിലെ 3 രീതിയിലുണ്ട്: മനസ്സുകൊണ്ടും, വാക്കുകൊണ്ടും, കായം കൊണ്ടും, ശരീരം കൊണ്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ മനസ്സുകൊണ്ട് അവിടെ ശരിക്ക് അവർ തപസ് ചെയ്യുന്നു. അതും ഒരു കർമ്മം തന്നെയാണ്. ആ കർമ്മം ചെയ്യുക, തപസ് ചെയ്യുക എന്നുള്ള അശരീരി വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രഹ്മാവിന് സംശയമായി. കോസൗ മാം അവതൽപുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുൽപശ്യത. അവിടെ പറയുന്നു, ആരാണ് കോസൗ മാം അവതൽപുമാനിധി? ഇത് ഈ അശരീരി എവിടെ നിന്നാണ് വന്നത്? ജലാപൂർണേ ജഗന്മണ്ഡലേ, ആ ജലം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രാകൃത പ്രളയത്തിന്റെ അവസാനം ആ ജലം കൊണ്ട് മൂടിയതായിട്ടുള്ള ജലത്തിലിരിക്കുന്ന ആ ശിരസിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. അതിന്റെ മുകളിൽ ആ വെള്ളം കൊണ്ട് നിറഞ്ഞു വന്നതായിട്ടുള്ള ജഗന്മണ്ഡലെ, ആ ഉയരത്തിൽ നിന്നും ആരാണ്, ഏതൊരാളാണ് എന്നോട് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദിക്ഷുദ്വീക്ഷ്യകിമപ്യനീക്ഷതവതാ വാക്യാർത്ഥമുത്പശ്യത. ആ ഒരു സർക്കിള്, മണ്ഡലം എന്ന് പറയുമ്പം ആ ഒരു ഏരിയ പൂർണ്ണമായിട്ടും അവിടുന്ന് നോക്കി എന്നാണ് പറയാ. എങ്ങനെ? ജഗന്മണ്ഡലെ, ആ ഏറ്റവും മുകളിലിരിക്കുന്ന ബ്രഹ്മാവ് അതിസൂക്ഷ്മമായിക്കൊണ്ട് അല്ലെ, നമുക്ക് ഓരോ നിരീക്ഷണങ്ങള് മുകളിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത് ആ ഏകാഗ്രത കൂർമ്മമായിട്ട് വരും അല്ലെ. നമ്മളൊരു കാര്യത്തിന് നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് നമ്മൾ ടോർച്ചൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പൊ അത്ര ഏകാഗ്ര ബുദ്ധിയോടുകൂടി ദിക്ഷു ഉദ്വീക്ഷ്യതിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത. വാക്യാർത്ഥം, ഏതിന്റെ വാക്യം? തപതപ എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം ഇവിടെ മനസ്സിലായി എന്ന് പറയാണ്. ഉത്പശ്യത, ഉത്കൃഷ്ടമായിട്ടുള്ള ദൃഷ്ടിയോട് കൂടിയത്, അല്ലെങ്കിൽ അതിന്റെ ഉൾക്കണ്ണുകളോടുകൂടി അവിടെ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ദിവ്യം വർഷസഹസ്രമാത്ത തപസ തേനത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. അങ്ങനെ ആ ഏകാഗ്ര ബുദ്ധിയോടുകൂടി തൻ്റെ യഥാർത്ഥ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മാവിനെ അവിടുന്ന് കണ്ടെത്തി എന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗസിദ്ധികൾ, രാവിലത്തെ അഷ്ടാംഗ യോഗങ്ങൾ നമ്മൾ കേട്ടപ്പം അതിൽ നിന്നും പല രീതിയിലുള്ള സിദ്ധികൾ നമുക്കുണ്ടാകും. ദൂരശ്രവണ ദർശനം, പരകായ പ്രവേശം തുടങ്ങിയതായിട്ടുള്ള പല സിദ്ധികളും. അതിലൂടെ ബ്രഹ്മാവ് ആ ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യം വർഷ സഹസ്രമാത്ത തപസ, 1000 ദിവ്യ സംവത്സരം കാലം തപസ് ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ സേവിച്ചപ്പോൾ തേനത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേവാത്ഭുതം. ആ നിന്തിരുവടി അല്ലെങ്കിൽ അവിടുത്തെ ഭഗവാനെ, ഗുരുവായൂരപ്പ അവിടുന്ന് വാണരുളുന്നതായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള ആ വൈകുണ്ഠ രൂപത്തെ അടിയൻ കണ്ടു. അത്ഭുതമായിട്ടുള്ള വൈകുണ്ഠ രൂപം. എങ്ങനെയാണ് വൈകുണ്ഠം എന്ന് പറഞ്ഞാല്, ഈ ലോകാലോകങ്ങളും കഴിഞ്ഞ്, ത്രൈലോക്യവും ലോകാലോകങ്ങളും കഴിഞ്ഞ് ഇരുട്ടിലും അപ്പുറത്ത് ശോഭിക്കുന്നതായിട്ടുള്ള വൈകുണ്ഠ രൂപത്തെ
അവിടെ കാണാൻ സാധിച്ചു. ഏകാത്ഭുതമായിക്കൊണ്ട്, വൈകുണ്ഠം ഏകാത്ഭുതം. ഈ അത്ഭുതം കാണിച്ചു തന്നത് കോസൗപുമാനിധി, ഇതാരാണ് തനിക്ക് കാണിച്ചു തന്നത് എന്നതിനെ കുറിച്ച്, ഏതൊരാളാണ് എന്നോട് പറഞ്ഞത് എന്ന് നോക്കിയപ്പോഴാണ് ഈ വൈകുണ്ഠത്തെ അവിടുന്ന് കാണിച്ചു തന്നത്. അങ്ങനെ എല്ലാ ലോകങ്ങളുടെയും പുറത്ത് ആ മേൽഭാഗത്തുള്ളതായിട്ടുള്ള വൈകുണ്ഠ ലോകത്തെ അവിടുന്ന് കാണിച്ചു. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭീൻ മന്ദിരാണ്യൂർധ്വമൂർധ്വം ദേഭ്യോപ്യൂർധ്വം ഹിമായ വികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോക. അവസാനം ഇനി 97-ാമത്തെ ദശകത്തിൽ പറയുന്നു. ഇങ്ങനെ ഈ 3 ശ്ലോകങ്ങളിലൂടെ ആ ബ്രഹ്മാവിന് വൈകുണ്ഠ ലോകത്തെ കാണിച്ചു കൊടുത്തു. ഇനി ആ വൈകുണ്ഠ ലോകം എങ്ങനെയാണ് എന്നുള്ളത് ബ്രഹ്മാവ് കാണുന്നതായിട്ടാണ്, അല്ലെ കണ്ട് ആ വൈകുണ്ഠത്തിൽ എന്റെ പ്രത്യേകതകൾ, വൈകുണ്ഠ വർണ്ണനയാണ് ഇനി പറയുന്നത്. മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോക ക്രോധ വിമോഹ സാധ്വ സമുഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദഛരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ആ വൈകുണ്ഠമൂർത്തിയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ, എന്താണ് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ കുണ്ഠതകളില്ലാത്ത ലോകം, അല്ലെ, നിർഗുണമായിട്ടുള്ള ലോകം. ആ ലോകത്തിലേക്ക് എത്തുക. ഇപ്പൊ ഇവിടെ നമ്മള് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ചിന്തിക്കുമ്പോൾ, സ്ഥൂലമായിട്ട് പറഞ്ഞാൽ ഈ ലോകാലോകങ്ങളും കടന്ന് വൈകുണ്ഠം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ആ ലോകത്തെ കാണാം. ഇനി അതല്ല, സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ കുണ്ഠതകള് യാതൊന്നുമില്ലാതെ, ഗുണങ്ങൾ ഒന്നും ഇല്ലാണ്ട്, ആ ദ്വൈത സ്വഭാവം ഒന്നുമില്ലാതെ നിർദ്വന്ദ്വനായിക്കൊണ്ട്, നിർഗുണനായിക്കൊണ്ട് താനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു ലോകമാണ് വൈകുണ്ഠം. അതുകൊണ്ടാണ് വൈകുണ്ഠമേകാത്ഭുതം, ആ അത്ഭുതമായിട്ടുള്ള വൈകുണ്ഠത്തെ പട്ടേരി ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനിലേക്ക് എത്തി. ഭഗവാനും താനും വേറൊന്നല്ല, ഭഗവാന്റെ ഒരു ഭാവം മാത്രമാണ് താന് എന്നുള്ള ഒരു ബോധത്തിലേക്ക് ബ്രഹ്മാവ് ഉയർന്നു എന്ന് പറയാണ്. അങ്ങനെയാണ് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. അത് അത്ഭുതം തന്നെയാണ് എന്ന് പറയാം. അവിടെ ഇനി എങ്ങനെയാണ് വൈകുണ്ഠം എന്നുള്ളത് ചോദിക്കുകയാണ് അവിടെ. മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി. സർവ ജഗദ്വ്യാപിയായിട്ടുള്ള ഭഗവാനെ, വിഭോ എന്നാണ് അവിടെ സംബോധന. എല്ലായിടങ്ങളിലും വിഭുവായിട്ടുള്ളവനെ, നിറഞ്ഞു നിൽക്കുന്നവനെ, ലോകങ്ങളുടെ എല്ലാം ഈ പുറത്തു വിളങ്ങുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് മായായത്ര കഥാപിനോ വികുരുതേ, മായയുടെ ഒരംശം പോലും, കാരണം മായ എന്ന് പറയുന്നത് എന്താണ്? ത്രിഗുണങ്ങൾ ചേർന്നതായിട്ടുള്ള മായ. അപ്പൊ ഈ ത്രിഗുണങ്ങളുടെ യാതൊരു കണിക പോലും എത്താത്തതായിട്ടുള്ള സ്ഥലം, അവിടെ അങ്ങനെയുള്ള മായ ഇല്ലാത്തടത്ത് എന്തില്ല? ശോക ക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗത. അവിടെ ദുഃഖമില്ല, കോപമില്ല, മൗഢ്യമില്ല, ഭയമില്ല. അങ്ങനെയുള്ള യാതൊരു മനോവികാരങ്ങളൊക്കെ എവിടെയാണ്? ദൂരെ, ദൂരം ഗതാഹ. അതിനൊന്നും അവിടെ സ്ഥാനമില്ല എന്നർത്ഥം. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്? ശരിക്ക് ഇങ്ങനെയൊരു ശോകവും ക്രോധവും ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മായ ഉണ്ടാകുന്നത്. ഈ മായ കൊണ്ടാണ് നമുക്ക് ദ്വൈത സ്വഭാവം നമുക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവും മറ്റുള്ളവരുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ താൻ പെരുമാറുന്നതായിട്ടുള്ള മറ്റു ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ജീവന്മാര്, ഈ ഹിരണ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ജീവാത്മാക്കള് ഒന്നാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആരോട് പരാതി? അതില്ലാതാക്കുന്നത് എന്തുകൊണ്ടാണ്? ത്രിഗുണങ്ങളാണ്. അങ്ങനെയുള്ള ഈ ത്രിഗുണങ്ങൾ അവിടെ ഇല്ല എങ്കിൽ അവിടെ ഇങ്ങനെയുള്ള യാതൊരു വികാരങ്ങളും അവിടെ ഇല്ല.
സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ഗുരുവായൂരപ്പ, അവിടുത്തെ ഇത്ര മഹാ തേജ പ്രകാശരൂപമായിട്ടുള്ള ആ പ്രദേശത്ത് പരമാനന്ദ പ്രവാഹം മാത്രമേ ഉള്ളൂ അവിടെ. കാരണം രണ്ട് എന്നുള്ളൊരു ഭേദബുദ്ധി ഇല്ലാത്തയിടത്തോളം കാലം ഗുരുവായൂരപ്പൻ മാത്രം, ആ ഗുരുവായൂരപ്പനിലേക്ക് ലയിക്കുമ്പോൾ അവിടെ പരമാനന്ദം മാത്രം. അങ്ങനെയുള്ള ആ വൈകുണ്ഠം എന്ന നിന്തിരുവടിയുടെ ആ സ്ഥാനം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാലോ, ആ ഭഗവാന്റെ ഇപ്പോ ബ്രഹ്മാവ് തന്റെ ഉള്ളിലുള്ള ഭാവനയിലൂടെ കണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ പട്ടേരിപ്പാട് തന്റെ ഉള്ളിലുള്ള ഭാവനയിലൂടെ കണ്ട ആ വൈകുണ്ഠമൂർത്തി, അല്ലെങ്കിൽ ആ വൈകുണ്ഠം, ബ്രഹ്മാവ് എങ്ങനെയാണോ തന്റെ ഉള്ളിൽ സങ്കല്പിക്കുന്നത് അതേപോലെ തന്നെയാണല്ലോ പട്ടേരിപ്പാടും സങ്കല്പിക്കുന്നത്. ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭക്തന്മാർക്ക് ആ വൈകുണ്ഠമൂർത്തിയെ, അല്ലെങ്കിൽ വൈകുണ്ഠത്തെ, കുണ്ഠതയില്ലാത്ത ഒരു ലോകത്തെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ്? അവരുടേതായിട്ടുള്ള ആ മനോവികാരങ്ങളെ അനുകൂല സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് ഓരോന്നിനെയും ചിന്തിക്കുക. നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും ഗുണം കണ്ടാലും ദോഷം കണ്ടാലും എല്ലാം ആ ഈശ്വര കാണുന്നതൊക്കെ നാരായണ പ്രതിമകൾ, കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികൾ എന്ന് നാരായണ ഗുരുസ്വാമി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഏത് ലോകത്തിലേക്കും എത്താൻ സാധിക്കും. അങ്ങനെയുള്ള വൈകുണ്ഠ ലോകം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ താൻ കണ്ടതായിട്ടുള്ള ആ വൈകുണ്ഠ ലോകം വിജയിക്കട്ടെ. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവതാതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ. ഇനി അവിടുത്തെ ആ വൈകുണ്ഠത്തിലെ ഓരോ വൈകുണ്ഠ വർണ്ണന, അവിടെയുള്ള ആളുകളെ 4 കൈകളോട് കൂടിയിട്ടുള്ള അജാമിള മോക്ഷത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ആ ഭഗവാന്റെ ചതുർഭുജ ഹരിമണിശ്യാമാവതാതത്വിഷോ. ഹരിമണി എന്ന് പറഞ്ഞാൽ നീലരത്നം. ആ നീലരത്നവും അതുപോലെ ശ്യാമാവതാതത്വിഷ, നീല നിറവും ചേർന്നതായിട്ടുള്ള ആ രത്നപ്രകാശം, നീലരത്നം പോലെ നീല നിറമായിട്ടുള്ള ആ രത്നപ്രകാശം പരത്തുന്നതായിട്ടുള്ള ഭൂഷണങ്ങളെ അണിഞ്ഞുകൊണ്ട് ഈ വൈഷ്ണവ തേജസ്വികള് അവരെങ്ങനെയാണ്? നാനാഭൂഷണ രത്നദീപിതദിശോ. അവിടെ ദീപിതദിശോ, അതായത് ആ രത്നങ്ങള് എല്ലാം അണിഞ്ഞുകൊണ്ട്, ഭൂഷണങ്ങളായിട്ടുള്ള രത്നങ്ങൾ അണിഞ്ഞുകൊണ്ട് ആ നീലപ്രകാശത്തിന്റെ ആ ഇന്ദ്രനീല വെളിച്ചങ്ങളെ കൊണ്ട് ആ ദിക്കുകളെ മുഴുവൻ ശോഭിപ്പിച്ചുകൊണ്ട് രാജദ്വിമാനാലയ, രാജ്യത്ത് ആ ശോഭിപ്പിച്ചുകൊണ്ട് വിളങ്ങിക്കൊണ്ട് വിമാനത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ വൈഷ്ണവന്മാരെ കാണാൻ സാധിക്കുന്നു. ഭക്തിപ്രാപ്ത തഥാവിധോ ഉന്നതപദ, ഭക്തിപ്രാപ്ത തഥാവിധോ ഉന്നതപദ ദിവ്യന്തി ദിവ്യാജനാസ്തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള വിമാനങ്ങളിൽ പാർക്കുന്നതായിട്ടുള്ള ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യന്മാര്, ദിവ്യജനങ്ങളായിട്ടുള്ള ഭക്തന്മാര് വിളയാടുന്നത് അവിടെ എന്താണ്? അങ്ങനെയുള്ള അവിടുത്തെ തത്തേധാമ നിരസ്ത സർവശമലം, അങ്ങനെയുള്ള അവിടുത്തെ ആ സ്ഥലത്തെ മാലിന്യങ്ങളെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് വൈകുണ്ഠരൂപം ജയേത്, ആ മാലിന്യം എല്ലാം അകന്നതായിട്ടുള്ള വൈകുണ്ഠമെന്ന ആ നിന്തിരുവടിയുടെ ആ ലോകം വിജയിക്കുമാറാകട്ടെ എന്ന് പറയാം. അങ്ങനെ ചിന്തിക്കണമെങ്കിലും പട്ടേരിപ്പാടിന്റെ ഉള്ളിലും ഇതേ രീതിയിലുള്ള ഒരു ബുദ്ധി ജനിച്ചെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ സാധിക്കൂ. എന്താണ് അവിടെ? ആ വിജയിക്കുമാറാകട്ടെ അല്ലെ, വിജയിച്ചരുളുമാറാകട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ആ വൈകുണ്ഠരൂപം തൻ്റെ ഉള്ളില്, മനസ്സില് ആ വൈകുണ്ഠ സ്വരൂപം വീണ്ടും 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 എന്നും ഇന്ന് ഞാൻ കണ്ടതായിട്ടുള്ള ആ തൻ്റെ രൂപത്തെ എനിക്ക് ദിവസവും കാണാൻ സാധിക്കട്ടെ എന്ന് അവിടുന്ന് പറയാണ്. ഇനി നാനാദിവ്യവധൂജനൈരഭിവൃത
വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിദാശാന്തരാ ത്വൽപാദാംബുജ സൗരഭ്യൈകകുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ വിഭവം തത്തേ പദം ദേഹി മേ. അനേകം ദിവ്യ സ്ത്രീകളോടുകൂടി ഇരിക്കുന്ന ലക്ഷ്മി ദേവി, ചുറ്റും ആ ദേവസ്ത്രീകളുടെ സഹായത്തോടുകൂടി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ലക്ഷ്മി ദേവി എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യ, എല്ലാവരെയും ശോഭിപ്പിക്കുന്നതിനൊരു മിന്നൽ പോലെ, ആ മിന്നൽ കൊടി പോലെയുള്ള മനോഹരവും കോമളവുമായിട്ടുള്ള ആ ശരീരം കൊണ്ട് വിശ്വോന്മാദന ഹൃദ്യക അത്രലതയാ വിദ്യോതിദാശാന്തര, തന്റെ ആ ഗാത്ര ശരീരത്തെ കൊണ്ട് എല്ലാ ദിക്കുകളെയും ശോഭിപ്പിച്ചു. അങ്ങനെ ദിക്കെല്ലാം തിളക്കിക്കൊണ്ടും ലക്ഷ്മി ദേവി നിന്തിരുവടിയുടെ ത്വൽപാദാംബുജ സൗരഭ്യൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. ലക്ഷ്മിക്ക് ഒരു ചെറിയൊരു ഇതുണ്ട്, ചപല സ്വഭാവമുണ്ട്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ലക്ഷ്മി ഇരിക്കില്ല. പിന്നെയോ ലക്ഷ്മി ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. വണ്ടുകള് പൂക്കളിൽ നിന്നും മറ്റു പൂക്കളിലേക്ക് മാറി മാറി പോകുന്നത് പോലെ. എന്നാൽ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ പാദങ്ങളിലെ ആ സൗരഭ്യം നുകർന്നുകൊണ്ട് അവിടെ നിന്നും വിട്ടുപിരിയാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്മി ദേവി, അങ്ങനെ ആ നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളുടെ സൗരഭ്യത്തെ ആസ്വദിക്കാനായിട്ട് ഒരു കരിവണ്ടല്ല അല്ലെ, ഒരു സ്വർണവണ്ടായിക്കൊണ്ട് തന്നെ അവിടെ ആ പാദത്തിൽ ഇരിക്കുന്നു. ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്നതായിട്ടുള്ള, അത്ഭുതമുളവാക്കുന്നതായിട്ടുള്ള യസ്മിൻ വിസ്മയനീയം ദിവ്യവിഭവം തത്തേ പദം ദേഹി. അങ്ങനെ ആ നിന്തിരുവടിയുടെ ഇത്ര കണ്ട് ശോഭിക്കുമാറായിട്ടുള്ള വൈകുണ്ഠം എനിക്കും നൽകണമേ എന്ന് പറയാണ് അവിടെ. അപ്പൊ ലക്ഷ്മി ദേവി ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വൈകുണ്ഠം തനിക്ക് നൽകണം എന്ന് പറഞ്ഞാല് അവിടെ സമ്പത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ആ ധനത്തെ അല്ല അവിടെ പറയുന്നത്. പിന്നെന്താണ്, ആ ലക്ഷ്മി ദേവിക്ക് ഉണ്ടായതായിട്ടുള്ള ആ ഭക്തിയുടെ മൂല്യം, ആ മൂല്യം അടിയനും കൂടി അവിടെ തരണമേ എന്ന് പട്ടേരിപ്പാട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വൽ കോടിലസ കിരീടകടകാദ്യാകൽപദീ പ്രാകൃതി. ഇനി പറയുന്നു, തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം. ഇവിടെ വൈകുണ്ഠമൂർത്തിയെ എങ്ങനെയാണ് എന്നുള്ള വൈകുണ്ഠ വർണ്ണനയൊക്കെ കണ്ടതിന് ശേഷം ബ്രഹ്മാവ് പറയാണ് തത്രൈവം പ്രതിദർശിതേ നിജപദേ. താൻ കണ്ടതായിട്ടുള്ള വൈകുണ്ഠമൂർത്തിയെ കുറിച്ച് അവിടെ പറയുന്നു അല്ലെ. പ്രകാരം ആ കാട്ടിക്കൊടുത്തതായിട്ടുള്ള പ്രതിദർശിതയെ, കാട്ടിക്കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠ ലോകത്തില് തൻ്റെ സ്വസ്ഥാനത്ത്, ഭഗവാന്റെ തന്നെ ആ സ്വസ്ഥാനത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്? നിജപദേ, ആ സ്വസ്ഥാനത്ത് രത്നാസനാധ്യാസിതം, സിംഹാസനം. സിംഹാസനം എങ്ങനെയാണ്? സാധാരണയല്ല, രത്നം കൊണ്ടുള്ള സിംഹാസനം. ആ രത്നം കൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഇരിക്കുന്നതായിട്ട് അവിടെ കാണുകയാണ് പട്ടേരി. എന്നിട്ട് അവിടെ നിന്നും കുറച്ചുകൂടെ ഭഗവാനെ മുകളിലോട്ടൊന്ന്, മുകൾ ഭാഗത്തേക്കൊന്ന്, ശിരോമകുടത്തിലേക്കൊന്ന് നോക്കിയപ്പോഴാണ് ഭാസ്വൽ കോടിലസ കിരീട കടകാദ്യാകൽപദീപ്രാകൃതി. ഭാസ്വൽ എന്ന് പറഞ്ഞാല് ഭാസിനെ സ്വന്തമാക്കിയവൻ ആദിത്യൻ. ഭാസ്വൽ കോടിലസൽ കിരീട കടകാദ്യാകൽപദീപ്രാകൃതി. ആ ആദിത്യന്മാരുടെ സമൂഹം അല്ലെങ്കിൽ കോടി ആദിത്യന്മാര് കൂടിക്കഴിഞ്ഞാൽ എത്ര കണ്ട് ശോഭയാണോ ഉണ്ടാകുന്നത്, ആ ശോഭയാണ്
അവിടുത്തെ ആ കിരീടത്തിന്റെ കടകങ്ങളോട് കൂടിയിട്ടുള്ള കിരീടത്തിന്റെ ശോഭ. അപ്പൊ സൂര്യ സമൂഹം പോലെ ശോഭിക്കുന്ന കിരീട കടകാദികളായിട്ടുള്ള ആഭരണങ്ങളോടുകൂടി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രീവത്സംഗിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിസ്തത്തെ വിഭോ ഭാതുമേ. ശ്രീവത്സ ചിഹ്നം അല്ലെ, ഭഗവാന്റെ ആ ഭൃഗുപാദ ചിഹ്നമായിട്ടുള്ള ശ്രീവത്സം, അതുപോലെ തന്നെ ആ ഗളപ്രദേശത്ത് ശോഭിക്കുന്നതായിട്ടുള്ള കൗസ്തുഭരത്നം. ഈ ശ്രീവത്സത്തിന്റെയും കൗസ്തുഭത്തിന്റെയും രത്നത്തിന്റെ ശോഭ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ ശരീരത്തിൽ ധരിച്ചപ്പോൾ അതിന് ഉണ്ടായതായിട്ടുള്ള പ്രകാശം അല്ലെ, കൗസ്തുഭരത്നമൊക്കെ ഭഗവാന്റെ ആ ഗളപ്രദേശത്ത് ധരിച്ചപ്പോഴാണ് അതിന്റെ പ്രഭ കൂടിയത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ തൊടുത്തതും പ്രകാശമാനമായിട്ടുള്ള അവിടുത്തെ ആ നിന്തിരുവടിയുടെ രൂപം ഛായാരുണം കാരണം, എല്ലാത്തിൻ്റെയും കാരണവുമായിട്ടുള്ള പരമകാരണമായിട്ടുള്ള ഭഗവാനെ വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിസ്തത്തെ വിഭോ ഭാതുമേ. അങ്ങനെ സർവവ്യാപിയായിട്ടുള്ള ഗുരുവായൂരപ്പ. നേരത്തെ പറഞ്ഞു വിഭോ എന്ന് പറയുന്നത് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, വേറൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വിഭുവായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ ആ രൂപം എനിക്കെന്നും തെളിഞ്ഞു കാണാൻ സാധിക്കണം. ആ പാദങ്ങളിൽ എന്നും ഭക്തിയോടുകൂടി ഭജിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവി, അങ്ങയുടെ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ രത്നശോഭിതമായിട്ടുള്ള ആ കിരീടങ്ങളെ കൊണ്ട് ദിക്കുകളെ മുഴുവൻ ശോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രൂപത്തെ, ആ കൗസ്തുഭമണിയും ആ ശ്രീവത്സവവും ധരിച്ചിട്ടുള്ള ആ രൂപത്തെ എനിക്ക് ദിവസവും എനിക്കത് കാണാൻ സാധിക്കണമേ. അപ്പൊ ബ്രഹ്മമാണ് പ്രപഞ്ചങ്ങളുടെ ഒക്കെ കാരണമെന്ന് പറയുന്നു. യഥോവാ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജീവന്തി. ആ ഉപനിഷത്ത് വാക്യത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഭാഗവതം തുടങ്ങുന്ന ജന്മാദ്യസ്യതഃ, ഉണ്മ എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ കാരണരൂപമായിട്ടുള്ള അഖണ്ഡ സച്ചിദാനന്ദ ബോധസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ എനിക്ക് ദിവസവും കാണാൻ സാധിക്കണേ. പറയുന്നു കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്തഹസിതസ്യന്തഃ പ്രസന്നാനനം. ഭഗവാന്റെ രൂപത്തെ കുറിച്ച് പറയാണ്. കാളാംബോധം എന്ന് പറഞ്ഞാല്, കാളം എന്ന് പറഞ്ഞാൽ കറുത്തത്, അംബോധം എന്ന് പറഞ്ഞാൽ മേഘം. അപ്പൊ കാർമേഘത്തിന്റെ വർണ്ണത്തോടു കൂടിയ അംബോധം എന്ന് പറഞ്ഞാൽ ജലത്തിനെ ദാനം ചെയ്യുന്ന ആ മേഘം, അംഭസിനെ ദാനം ചെയ്യുന്ന മേഘം. കാളാംബോധ കളായ എന്ന് പറഞ്ഞാൽ കറുത്ത കായാമ്പു. അപ്പം ആ കാർമേഘത്തെ പോലെയും കറുത്തിരിക്കുന്നതായുള്ള കായാമ്പൂ പോലെയും കോമളമായിട്ടുള്ള അങ്ങയുടെ ആ കാന്തിയോട് കൂടിയിട്ടുള്ള ശരീരം, കാന്തി പടലത്തോടു കൂടിയിട്ടുള്ള അങ്ങയുടെ ആ ശരീരം ദിക്കുകളെ മുഴുവൻ രുചിചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്തഹസിതസ്യന്തഃ പ്രസന്നാനനം. ആ രൂപത്തെ എല്ലാ ദിക്കുകളെയും ഒന്ന് മൂടിക്കൊണ്ട്, അതാണ് ചക്രം എന്ന് പറഞ്ഞാൽ, അതാണ് ഒരു സർക്കിളിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ ദിക്കുകളെ എല്ലാം മൂടുന്നതും സുന്ദര മന്ദഹാസം പൊഴിയുന്നതായിട്ടുള്ള അങ്ങയുടെ ആ മുഖം, പ്രസന്ന ആനനം എന്ന് പറഞ്ഞാൽ, അതായത് പ്രസന്നമായിട്ടുള്ള അങ്ങയുടെ മുഖം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രസന്നത തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ മന്ദഹാസം, ഭഗവാന്റെ ആ മന്ദഹാസത്തെ തന്നെ ധാരാളം നമുക്ക് സ്മരിക്കാനുണ്ട്. ആ പ്രസന്നതയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ശരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ചിരി കൊണ്ട്
മറ്റുള്ളവരിലെ ആ താപത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളെയും നമുക്ക് തൂമന്ദഹാസത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാകാൻ സാധിക്കുമെങ്കിൽ, അതിനെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ തൂമന്ദഹാസം, ആ മന്ദഹാസം, അതുപോലെ തന്നെ വിളങ്ങുന്ന ശംഖചക്ര ഗദാ പത്മങ്ങൾ ധരിച്ചതായിട്ടുള്ള 4 കൈകള്, ഈ ബ്രഹ്മാവിന് സന്തോഷമാകുന്ന രീതിയിൽ, അതായത് സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്, അതായത് സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് എന്നുള്ള ഒരു ഭാവം ഭഗവാന്റെ ഭാവം തന്നെയാണ്. ആ ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള തുഷ്ടികരം, തുഷ്ടിപ്പെടുത്തുന്നതായിട്ടുള്ള വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഉദ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജാ കർമ്മങ്ങളിലൊക്കെ ഉണ്ട്, ആവാഹനയുണ്ട്, ഉദ്വാസനയുണ്ട്. നമ്മൾ പൂജയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ചൈതന്യത്തെ ആദ്യം ആവാഹിച്ച് പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അത് സ്വസ്ഥാനത്തേക്ക് തന്നെ ഇതാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയാണ്, തൻ്റെ രോഗമായിട്ടുള്ള ഈ രോഗത്തെ ഉദ്വാസയേത്, ജീവാത്മാവാകുന്ന തൻ്റെ രോഗത്തെ ആവാഹിച്ചതിനെ പരമാത്മാവാകുന്ന ഭഗവാനെ ഇതിനെയും കൂടെ ഉദ്വസിച്ചോളൂ എന്ന് പറയാണ്. രാവിലെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ മദ്രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ രോഗം എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കേണ്ടത്. ഈ അജ്ഞാനികളായിട്ട് സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലുന്നതായിട്ടുള്ള ജനങ്ങളെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ എല്ലാവരുടെയും രോഗത്തെ അവിടുന്ന് ഉദ്വസിച്ചോളൂ. കാരണം ഇതിനെ ആവാഹിച്ചത് ആരാണെങ്കിൽ അതിനെ ഉദ്വസിക്കാൻ ആർക്കത് സാധിക്കും? ഭഗവാന് തന്നെ സാധിക്കും. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കർമ്മങ്ങളാണ്. പലർക്കും പല രീതിയിലുള്ള രോഗങ്ങളാണ്. അത് അവരവരുടെ ഓരോരുത്തർക്കും ഓരോരോ കർമ്മങ്ങളിൽ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അതുപോലെ തന്നെ പട്ടേരിപ്പാട് വരുന്നുണ്ടോ, ഹേ രോഗ മമ ഭവന്തു സുഹൃദ. ഒരിക്കൽ ഈ നാരായണീയത്തിലല്ല മറ്റൊരു കൃതിയില് പട്ടേരിപ്പാട് തന്നെ പറഞ്ഞു, ഹേ രോഗ, ഈ രോഗമാണ് എന്നെ ആ ഗുരുവായൂരപ്പനോട് അടുപ്പിച്ചതെന്ന് പറയാണ്. എന്റെ സുഹൃത്താണ് രോഗം. അല്ലേ? സത്യത്തിൽ ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്നതായിട്ടുള്ള ആനന്ദവും അതുകൊണ്ട് തന്നെയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ഒരു രോഗത്തിന്റെ, അല്ലെ, ഒരു വൈറസിന്റെ ഒരു ചെറിയ ഒരു ദൂഷ്യവശങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ലോകം മുഴുവൻ ശരിക്കെന്തായി? കൂടുതൽ കൂടുതൽ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ഉത്തേജനങ്ങളാണ് ഉണ്ടായത് ഈ ഒരു കൊറോണ എന്ന് പറഞ്ഞ മഹാവൈരിയിൽ നിന്നും. ശരിക്കൊരു സുഹൃത്ത് തന്നെയാണ്. അപ്പൊ പട്ടേരിപ്പാടും പറയണേ, ഹേ രോഗ, അങ്ങ് എൻ്റെ സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്ക് ആ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് സുഹൃത്ത്. ആണ് നമ്മളെ ഗുരുനാഥനും നമ്മളുടെ സുഹൃത്താണ് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ രോഗവും. അങ്ങനെയുള്ള ഈ രോഗം വന്നതിന് ശേഷമാണ് പട്ടേരിപ്പാടിന് അനവരതമായിട്ടുള്ള ഭജനം, അതുപോലെ നിരുപാധികമായിട്ടുള്ള ആ ഭക്തി സാധനങ്ങളും വിശേഷമായിട്ടുള്ള നാരായണീയ ഗ്രന്ഥവും ഒക്കെ രചിക്കാൻ തന്നെ കാരണം എന്തുകൊണ്ടാണ്? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം തന്നെയാണ് എന്ന് പറയും. അപ്പൊ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കിക്കൊണ്ട്, പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് നാരായണീയമായിക്കോട്ടെ ഭാഗവതമായിക്കോട്ടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആ രോഗത്തെ പോലും അവിടെ സ്വീകരിച്ചു എന്ന് പറയാണ്. പിന്നീട് ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്തുൽപാദപാഥോരുഹേ ഹർഷാവേശവംശം വദോ നിപതിത പ്രീത്യാ കൃതാധീഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ദ്വൈതാവദ്വൈതഭവസ്വരൂപപരം ഇത്യാചഷ്ടതാം ത്വാം ഭജേ. ഭഗവാനെ, വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കണ്ട പരിഭ്രമത്തോടുകൂടി ബ്രഹ്മാവ് പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. കൃതാർത്ഥനായിട്ട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ആഗ്രഹം, ശുശ്രൂഷ, ആ രസത്തെ, ആ ആഗ്രഹത്തെ വേണ്ട രീതിയിൽ അവിടുന്ന് അത് അറിഞ്ഞുകൊണ്ട്, അവിടത്തേക്ക് അറിയുന്നതാണ് ആ പ്രപഞ്ചം, അല്ലെ, ആ ബ്രഹ്മം എന്ന് 2 വിധത്തിലുള്ള അവിടുത്തെ ആ സ്വരൂപത്തെ കുറിച്ച് വേണ്ട രീതിയിലുള്ള ആ ജ്ഞാനം
എനിക്ക് നൽകണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ആ 10ാമത്തെ ശ്ലോകത്തിലൂടെ ആ വൈകുണ്ഠ ലോകം എനിക്ക് തരണേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് അവിടെ. അങ്ങേക്ക് ഉടനെ ചുവന്ന ആ തൃച്ചേവടിയിൽ വീണ് നമസ്കരിച്ച് ആ ബ്രഹ്മാവിനെ കൈകൊണ്ട് ഉയർത്തി, അങ്ങേക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും, ആ സൃഷ്ടി പ്രകരണങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി യാതൊരുവിധ തടസ്സങ്ങളും കർമ്മബന്ധവുമോടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ അനുഗ്രഹിച്ച് അവിടെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ ബ്രഹ്മാവിന്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട്, അല്ലെ, അങ്ങനെയാണ്, ഭഗവാൻ തന്നെയാണ് ഈ സൃഷ്ടിക്കൊക്കെ കാരണം ആയിട്ടുള്ള ആള്. അപ്പം തം സൃഷ്ടോ സമുദൈരയ ഭഗവൻ സത്വം ഉല്ലാഖതാം ഉല്ലാസയ. ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് താൻ സാക്ഷിഭൂതനായിക്കൊണ്ട് തന്റെ ഉള്ളിൽ നിരന്തരം വർദ്ധിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ആ പാദങ്ങളിൽ വീണ് എൻ്റെ ആരോഗ്യം വേണ്ട രീതിയിൽ ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എൻ്റെ രോഗം മാറ്റിത്തരയണമേ എന്നാണ് പറയുന്നതെങ്കിൽ ഈ രോഗം എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അജ്ഞാനമാകുന്ന രോഗത്തെ നമ്മളാകുന്ന ഈ പ്രപഞ്ച സൃഷ്ടികൾ മുഴുവൻ, ഈ പ്രപഞ്ച സൃഷ്ടികളെ മുഴുവൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭട്ടതിരിപ്പാട് രാവിലത്തെ സാറിന്റെ ഭാഷയിൽ നിന്ന് കേട്ടതുപോലെ തന്നെ ഈ രോഗത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി അവിടുന്ന് നമസ്കരിക്കുന്നു. ഇത്രയാണ് ഈ 7ാമത്തെ ദശകത്തില്. സമയം ഏകദേശമായി. അപ്പം എന്തൊക്കെയോ നാരായണീയമായിട്ട് അധികം ബന്ധമില്ലാതെ ഭാഗവതത്തിൽ നിന്നുള്ള ഒരു അറിവിന്റെ രീതിയിൽ എന്തൊക്കെയോ ഗുരുവായൂരപ്പനോട് അല്ലെങ്കിൽ സജ്ജനങ്ങളോട് ഗുരുവായൂരപ്പന്റെ ഗുണങ്ങളെക്കുറിച്ച് കീർത്തിച്ചു, അല്ലെങ്കിൽ ഭട്ടതിരിപ്പാടിന്റെ ഗുണങ്ങളെ കീർത്തിച്ചു എന്ന് മാത്രം. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ധാരാളം ഉണ്ടാവും, അതൊക്കെ സദയം ക്ഷമിക്കുക. ഇനി അതല്ല, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നെ ഇതിനൊരു പ്രേരണ തന്നത് വിശ്വനാഥൻ ഗുരു സാറാണ്. ഗുരുതുല്യനായിട്ട് സാറ് തന്നെ പറഞ്ഞു, മനു പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹത്തോടു കൂടി, നേരത്തെ ബ്രഹ്മാവ് പറഞ്ഞ പോലെ തന്നെ, ശിശിർക്ഷാരസ എന്ന് പറഞ്ഞതുപോലെ തന്നെ, ആ പറയാനെന്നുള്ള ആ ഒരു ഇച്ഛ കൊണ്ട് മാത്രം ഈ വേദി ഏറ്റെടുത്തു എന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം. ഈ വാക്കുകളെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമോ I